ഈ വള്ളി സ്ട്രോങ് ആണോ? സ്ട്രോങ് ആണ്, സ്ട്രോങ് ആണ് അല്ലേ? ഈ വള്ളി കൊണ്ട് എനിക്ക് വേണമെങ്കിൽ എന്തും കെട്ടാം, ശരിയല്ലേ? വലിയ കരോളല്ല, അത്യാവശ്യം കരോള അല്ലേ? മൈക്ക് കെട്ടാൻ പറ്റുമോ ചേട്ടാ? ചേട്ടൻ സമ്മതിക്കുന്നില്ല, വേണ്ട. മൈക്ക് കെട്ടാനായിട്ട് ചേട്ടൻ സമ്മതിക്കുന്നില്ല, എന്തായാലും കെട്ടുന്നില്ല. പക്ഷേ നമ്മളിത് നോക്കുമ്പോൾ ഇതിന് വലിയ കുഴപ്പമൊന്നും തോന്നില്ല അല്ലേ? അല്ലേ? ഞാനിങ്ങനെ പിടിച്ചു നോക്കി, ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോവാം. കാണിച്ചു തരട്ടെ. ഞാൻ ഇതേ കയറ് തന്നെ എടുത്തു, വലിച്ചു കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പോയി. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പൊട്ടിപ്പോയെ? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ഇത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് ഇത് പൊട്ടിപ്പോയെ? ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് പൊട്ടിപ്പോയെ? ബലമില്ല. ഓക്കെ, ബലമില്ലാത്തതുകൊണ്ടാണോ? ബലം ഉണ്ടായിരുന്നില്ലേ? ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ പഠിച്ച് പൊട്ടിക്കല്ലോ, അതൊക്കെ പൊട്ടുന്നില്ല. അപ്പൊ ഇനി അവിടെ മാത്രം പൊട്ടിയ അവിടെ ഒരു ശകല പ്രശ്നമുണ്ടായിരുന്നു. ചെറിയൊരു മുറിവ് അവിടെ ഉണ്ടായിരുന്നു. ആ മുറിവ് എന്ത് പറ്റി? വലിച്ചിട്ട് പൊട്ടി ഇങ്ങനെയായി. എന്തിനാ ഇത് പറഞ്ഞതറിയാമോ? നമ്മളിവിടെ എന്താണ്ട് എഴുതി വെച്ചാൽ ഇങ്ങനെ മാറ്റിയില്ലേ? നിങ്ങളുടെയൊക്കെ ബുക്കിന്റെ ഫ്രണ്ടില് അല്ലേ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതി വെച്ചേക്കുന്നത്? ആ വാർത്ത നിങ്ങൾ ആരെങ്കിലും വായിച്ചേക്കോ? എന്താണ് എഴുതി വെച്ചേക്കുന്നത്? അതിന്റെ അർത്ഥമല്ല, അതിന്റെ അർത്ഥം ബാലശിക്ഷ എന്ന അങ്ങനെ മലയാളത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം. എന്റെ സംശയം ഇതാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ പപ്പയോ മമ്മിയോ അടിക്കുന്നത് ഇഷ്ടമോ? പപ്പയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മമ്മിയുടെ കയ്യിൽ കിട്ടുന്നത് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. പപ്പയും മമ്മിയും പഠിപ്പിക്കുന്നത് ഇഷ്ടമാണോ? പപ്പയോ അല്ലെങ്കിൽ മമ്മിയോ ഇരുന്ന് പഠിപ്പിക്കും, മാത്സ് പഠിപ്പിക്കും. ഏറ്റവും കഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാ? മലയാളം. മലയാളം ഇരുന്ന് പഠിപ്പിക്കുന്ന സമയത്ത് വായിക്കടാ, ഇച്ഛ ഇണ്ണ ഇത്ത വായിക്കും, വൃത്തിയോട് വായിക്കും. വായിച്ചില്ലെങ്കിൽ പിച്ചു കിട്ടൂലേ, ചപ്പാൻ കിട്ടൂലേ? അത് ഇഷ്ടമാണോ? അതിഷ്ടമാണ്. അതിഷ്ടമല്ല. പഠിപ്പിക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ അടി കിട്ടുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചരട് ശരിക്കും ഉള്ളിൽ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം തരത്തില്ല. അപ്പൊ നമ്മുടെ ശരിക്കുള്ള പ്രശ്നം എന്താ അറിയാമോ? ഉള്ളിൽ സ്ട്രോങ് അല്ലെങ്കിൽ പുറത്ത് എത്ര ശക്തി ഉണ്ടായിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയാനായിട്ട് പോകുന്നത്. ആള് ഭയങ്കര മസിൽമാനാണ്. മസിൽമാൻ എന്ന് പറഞ്ഞാലോ ഒന്നൊന്നര മസിൽ. പറയട്ടെ, പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ മസിൽമാനാണ് ആള്. ആള് വിചാരിച്ച ഒന്നല്ല, 30 അല്ലെങ്കിൽ 300 പേരെ നിമിഷ നേരം ഇങ്ങനെ പറപ്പിക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. എന്താ പ്രശ്നം അറിയാമോ? അദ്ദേഹത്തിന് ദൈവം വിളിച്ചത് എന്തിനാണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയായിരുന്നു. പക്ഷെ കുറെയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ തീരുമാനിക്കും, നിങ്ങൾ ചെയ്യും. ആദ്യം അപ്പനും അമ്മയൊക്കെ പറഞ്ഞു, പപ്പയും അമ്മയൊക്കെ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു തരുന്ന പോലെയൊക്കെ നടക്കണം കേട്ടോ. അപ്പൊ അവൻ പറഞ്ഞു, ആ നടക്കാം. കുറച്ച് കഴിഞ്ഞപ്പോ പപ്പയും അമ്മയൊക്കെ മിണ്ടാതെയായി. എല്ലാവരും അറിയാമോ? അവൻ പറഞ്ഞു, ഇനി ഞാൻ പറയും, നിങ്ങൾ കേൾക്കും. ആരാണ് മനസ്സിലായത് നിങ്ങൾക്ക്? ആരാ? പറഞ്ഞോ, ഉറക്കം പറഞ്ഞോ, പറഞ്ഞ ശരിയാ. സിംഷോൻ. ഓക്കെ, അപ്പനും അമ്മയ്ക്കും മക്കളില്ലാതെ ഇരുന്നിട്ട് ദൈവം ഒരിക്കൽ പറഞ്ഞു, ഞാൻ എനിക്ക് മകനെ തരാം. അങ്ങനെ മകനെ തരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം മകനെ കൊടുത്തു. അവന്റെ പേര് സിംഷോൻ. നിങ്ങൾ പറഞ്ഞു ശരിയാ, സിംഷോൻ. പക്ഷേ അവന് കൊടുക്കേണ്ട ട്രെയിനിങ് കൊടുക്കാതെ ഇരുന്നപ്പോൾ ആദ്യം പറഞ്ഞപ്പോ എന്തെന്ന് അറിയുമോ? അയ്യോ ദൈവമേ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ടല്ലോ, നീ ഞങ്ങൾക്ക് കുഞ്ഞിനെ തരാൻ പോവാന്ന് കേട്ടു, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അവരുടെ അപ്പനും അമ്മയും ഒക്കെ ചോദിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ പപ്പയും അമ്മയും ഒന്നും ചോദിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴല്ലോ അവൻ പറയാം, അതെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോവാം. അങ്ങനെ അവന്
ഞാൻ പറഞ്ഞു. ഞാൻ 2 സന്ദേശം വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും. ഒന്ന് മാതാപിതാക്കന്മാരോട്. പലപ്പോഴും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, പക്ഷേ നമ്മുടെ ട്രെയിനിങ് പലപ്പോഴും പകുതി വഴിയിൽ നിന്ന് പോകാണ്. എന്ന് പറഞ്ഞാൽ അവരെ സ്ട്രോങ് ആക്കാൻ നമ്മൾ ആഗ്രഹിക്കും, 1, 2, 3, 4 പ്രാവശ്യമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോകാറുണ്ട്. അത് ഒരിക്കലും ഉണ്ടാകാൻ അനുവദിക്കരുത്. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സിംഷോയിൽ മറന്നു പോകാനായിട്ടിടയാകും. ഇനി ഞാൻ കൂട്ടുകാരോട് കാര്യം പറയട്ടെ. പപ്പയും അമ്മയും പറഞ്ഞതൊന്നും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് പോയതുകൊണ്ട് എന്താ പറ്റിയെന്ന് അറിയാമോ? വേറെ ഒന്നല്ല പറ്റിയത്. അവൻ വിചാരിച്ചു അവൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്. അവസാനം പോയിട്ട് അവന്റെ ശക്തിയുടെ രഹസ്യം എന്തെന്ന് അറിയാമോ? അവൻ വിളിച്ചു വന്നു. അവസാനം എന്നാ പറ്റി? ഫെലിസ്ത്യർ എന്ന് പറഞ്ഞ ആൾക്കാരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ ഡാൻസ് ചെയ്യാനും അവരുടെ കൂടെ മാവരയ്ക്കുന്ന പണിയൊക്കെ ആയിട്ട് അവരവിടെ നിന്നു. അവരുടെ കണ്ണൊക്കെ പോയി പരിപാടി. അതുകൊണ്ട് ഞങ്ങളോട് കാര്യം പറയട്ടെ, ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പപ്പയും മമ്മിയും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. എന്തിനു വേണ്ടിയാ? ചില പറ്റുമ്പോൾ കിട്ടും, അത് കുഴപ്പമില്ല. പക്ഷേ അവരെന്തിനു വേണ്ടിയെന്ന് അറിയാമോ? നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അപ്പൊ നന്നായി നിൽക്കാൻ, സ്ട്രോങ് ആയി നിൽക്കാൻ, ഓക്കെ, ഇൻസൈഡ് സ്ട്രോങ് ആകാൻ, ഔട്ട്സൈഡ് മാത്രമല്ല ഇൻസൈഡ് സ്ട്രോങ് ആകാൻ എന്ത് ചെയ്യണം? നമ്മുടെ പപ്പയും മമ്മിയും പറഞ്ഞത് അനുസരിക്കണം. സൺഡേ സ്കൂളിൽ ടീച്ചർമാർ പറഞ്ഞു തരുന്നത് അനുസരിക്കണം. അങ്ങനെ അനുസരിക്കുന്ന, നിങ്ങളൊന്ന് പറയാമോ? എന്റെ കൂടെ പറയാമോ? പറയണം. എന്താണ് നമ്മുടെ അറിയാമോ? ഇൻസൈഡ് സ്ട്രോങ് എന്ന് പറയാൻ പറ്റുമോ? എന്താണ് പറഞ്ഞേ? ഇൻസൈഡ് സ്ട്രോങ്. ഇൻസൈഡ് സ്ട്രോങ് ആയ കുട്ടികളായിട്ട് തീരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.